നേർവേദി. നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും പ്രാർത്ഥന കഴിക്കൽ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ അയച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതിൽ പ്രാർത്ഥന കഴിച്ചു എന്നുള്ളതാണ് ഇന്ന് നാം ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പല ആളുകൾക്കും ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നറിഞ്ഞുകൂടാ. ചില ആളുകൾ യേശുവിനോടാണ്, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സഹായിക്കണം, യേശുവേ അങ്ങനെയാണ്. വേറെ ചില ആളുകൾ പരിശുദ്ധാത്മാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവെ, അങ്ങനെയാണ് ചിലർ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പ്രാർത്ഥിക്കേണ്ടത് യേശു പഠിപ്പിച്ചെന്താണ്? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടത് ആരാണ്? മക്കളാണ്. അപ്പോൾ ഒന്നാമത് ദൈവമക്കളായി തീരണം. അവർക്കാണ് പ്രാർത്ഥിക്കാൻ അവകാശമുള്ളത്. അല്ലാതെ എന്തെങ്കിലും 2-3 വാക്കുകൾ പറയുക എന്നുള്ളതല്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ യോഗ്യരായി തീരണം. പഴയ നിയമത്തിൽ ധൂപം കാണിക്കേണ്ടത് അഹരോനും അവരുടെ മക്കളുമാണ് എന്ന് കൃത്യമായിട്ട് വാക്യമുണ്ട്. പക്ഷേ ഉസിയാവ് എന്നൊരു രാജാവ് ധൂപം കാണിച്ചു. അദ്ദേഹം നെകളിച്ച് ഞാൻ രാജാവാണ്, ഞാൻ വലിയ ആളാണ് എന്ന് പറഞ്ഞ് അയാൾ ധൂപം കാണിച്ചു. പക്ഷേ അദ്ദേഹം കുഷ്ഠരോഗിയായി തീരാൻ ഇടയായി. നെറ്റിയിൽ കുഷ്ഠം വന്നു. അപ്പോൾ ധൂപമല്ല, ധൂപത്തെ പ്രാർത്ഥന എന്നാണ് വേദോത്സവം പറയുന്നത്. 141-ാം സങ്കീർത്തനത്തിൽ എൻ്റെ പ്രാർത്ഥന ധൂപവർഗമായി തീരട്ടെ എന്നുണ്ട്. അതുപോലെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തിലുമൊക്കെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപകലശം എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പഴയ നിയമത്തിൽ ഈ ധൂപവർഗത്തിന് 4 സാധനങ്ങളാണ് വേണ്ടത്. അതായത് നറുംപശ, അൽബാനപ്പശ, ഗുൽഗുലു, നിർമ്മല സാമ്പ്രാണി. ഇത് 4ഉം പൊടിച്ച് ഒരുപോലെ ഉള്ള അളവിൽ എടുക്കണം. അതാണ് വേണ്ടത്. അത് വീട്ടാവശ്യത്തിനൊന്നും ഈ സ്മെല്ല് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ 4 സാധനം എന്താണ് പ്രിയപ്പെട്ടവരെ? അത് സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും പക്ഷപാതവുമാണ്. ഇത് 4 ഒരുപോലെയാണ്. ഒന്നാമത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിൻ്റെ മഹത്വവും വലിപ്പവും ഓർത്ത്. രണ്ടാമത് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നമ്മൾ സ്തോത്രം ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. 4-മതാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത്. ഇതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ. തിമോഥെയോസ് സ്നേഹത്തെ എഴുതിയിട്ടുണ്ട്, സ്തുതിയും സ്തോത്രവും യാചനയും പക്ഷപാതവും. സ്തുതിയും സ്തോത്രവും യാചനയും പക്ഷപാതവും. ആ 4 കാര്യങ്ങൾ അതാണ് ധൂപവർഗത്തിലുള്ളത്. അത് ഉയരണം. പലരുടെയും പ്രാർത്ഥന, കർത്താവേ എനിക്ക് സമ്പത്ത് വേണം, എന്നെ ഉയർത്തണം, അതുപോലെ നമ്മുടെ മക്കളുടെ കാര്യം, ഭാര്യയുടെ കാര്യം. ദൂതന്മാർ സദാ ദൈവത്തെ അർപ്പിക്കുന്നതാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഗിവ് താങ്ക്സ് എന്നാണ്. നന്ദി, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി ദൈവത്തിൽ നിന്ന് അർപ്പിക്കുന്നതാണ് സ്തോത്രം. അത് പറഞ്ഞതുകൊണ്ടായില്ല. ചിലർ 1000 സ്തോത്രം, കോടാകൂടി സ്തോത്രം അർപ്പിക്കുന്നു. അങ്ങനെ പൊലിപ്പിച്ച് പറയും. ദൈവത്തിലൊന്നും കൂട്ടാൻ പാടില്ല. ചിലർ പൊന്നു കർത്താവേ എന്ന് പറയാറുണ്ട്. അങ്ങനെ ബൈബിളിൽ എവിടെയുള്ളൂ ഞാൻ കണ്ടിട്ടില്ല. പൊന്നു കർത്താവേ, പൊന്നു ദൈവമേ. ഈ പൊന്നുപയോഗിക്കുന്നവരല്ലതാനും ഇത് പറയുന്നത്. എന്നാലും അവര് പൊന്നു കർത്താവേ, പൊന്നു ദൈവമേ കൂട്ടാൻ പാടില്ല. ദൈവമേ എന്ന് മതി, പിതാവേ എന്ന് മതി. അല്ലാതെ പൊന്നു പിതാവേ എന്ന് കൂട്ടേണ്ട ആവശ്യമില്ല. എന്തിനാ പൊന്നു കൂട്ടുന്നത്? അതിനകത്തോടൊന്നും കൂട്ടാൻ പാടില്ല. അതുപോലെ കോടാകൂടി സ്തോത്രം ചെയ്യും. എന്തിനാ കോടാകൂടി? നിനക്ക് എത്ര സ്തോത്രം ചെയ്യുമ്പോൾ അത്രയും ചെയ്താൽ മതി. വെറുതെ കോടാകൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥന എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ആ ധൂപകലശത്തിലെ ധൂപവർഗമാണ്.
അത് യാഗപീഠത്തിൽ തീ കൊണ്ട് വേണം അത് കത്തിക്കാൻ. അത് കത്തിക്കേണ്ടത് അഹരോനും അവരുടെ മക്കളുമാണ്. വേറെ ആർക്കും അതിനുള്ള അവകാശമില്ല. പിന്നെ 4 സാധനം ഒരുപോലെ വേണം. അതായത് നറുംപശ, അൽബാനപ്പശ, ഗുൽഗുലു, നിർമ്മല സാമ്പ്രാണി. പുതിയ നിയമത്തിൽ ആ 4 കാര്യം സ്തുതിയും സ്തോത്രവും പക്ഷപാതവും യാചനയും, ഈ 4 കാര്യം ഒരുപോലെ വേണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ സഭയിലെ മറ്റംഗങ്ങളെ യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ ഞങ്ങളുടെ എന്ന് പറഞ്ഞ ആരാണ്? കർത്താവ് നമ്മളെ ബന്ധിപ്പിച്ചിട്ടുള്ള ആ സ്ഥലം സഭയിലെ പ്രാദേശിക സഭയിലെ ആളുകളെയാണ് മെയിനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. എന്നാൽ ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ വേദപുസ്തകത്തിലുണ്ടല്ലോ. അതുപോലെ ഞെരുക്കം അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള ആളുകളെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാൻ സാധിക്കും, ഓർക്കണം. അതുപോലെ നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ കാര്യമൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാൻ സാധിക്കണം. ഇവിടെ ദൈവസഭയെ സംബന്ധിച്ച് എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്നാണ്. തീർച്ചയായിട്ടും ആരാധനയ്ക്ക്, തിരുവത്താഴത്തിന് ഒക്കെ നൽകുന്ന, സുവിശേഷ വേലയ്ക്കൊക്കെ നൽകുന്ന അതേ പ്രാധാന്യം പ്രാർത്ഥനയ്ക്ക് നൽകണം. പക്ഷേ ചില സഭകൾ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യം നൽകും. തിരുവത്താഴത്തിന് ഞായറാഴ്ച രാവിലെ അത് തുറക്കും, ഭയങ്കര ഭക്തിയൊക്കെയാണ്. അതേ സഭയിൽ ഒരു 100 അംഗങ്ങളുണ്ടെന്നിരിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥന 10 പേര് പോലും വരത്തില്ല. ഒരു സഭ ആരോഗ്യമുള്ള സഭയാണോ ഇല്ലയോ എന്നറിയാൻ ആരാധനയ്ക്ക് വരുന്ന ആളുകൾ മറ്റ് സഭായോഗങ്ങൾക്കും വരുന്നുണ്ടോ എന്നുള്ള വീട്ടുയോഗത്തിന്, സാക്ഷിയോഗത്തിന്, പ്രാർത്ഥനയോഗത്തിന്, ബൈബിൾ ക്ലാസ്സിന്, വിശേഷവേലയ്ക്ക്, ഇതെല്ലാം സഭായോഗങ്ങളാണ്. ഈ സഭായോഗങ്ങളെ ഒന്നും ഉപേക്ഷയായി വിചാരിക്കരുതെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇവിടെ യെരൂശലേമിലെ സഭ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. തീർച്ചയായിട്ടും അവർ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയായിരുന്നു. നാട്ടുകാർ രക്ഷിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയായിരുന്നു. അവർ തങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് യാചിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവ് ഏത് കാലത്തും സഭയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് ദൈവമക്കളുമായി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നാനപ്പെട്ടിട്ട് എങ്ങോട്ടേക്ക് ഓടിപ്പോവുകയല്ല വേണ്ടത്, മറിച്ച് ദൈവം നമ്മെ ബന്ധിപ്പിക്കുന്ന പ്രാദേശിക സഭയിലെ അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.